ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ്. +2 പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വെക്ടർ ഓൾജിബ്രയും 3 ഡയമെൻഷൻ ജോമെട്രിയും കണക്റ്റഡ് ആയിട്ടുള്ള 2 ചാപ്റ്ററുകളാണ്. വെക്ടർ ഓൾജിബ്ര അറിയില്ലെങ്കിൽ, അതിനെക്കുറിച്ചുള്ള ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3D ഒരു കുന്തവും എഴുതാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ വെക്ടർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. വെക്ടർ കണക്ട് ചെയ്തിട്ട് 3Dയിലേക്ക് എത്താം. അപ്പോൾ ആദ്യം നമ്മൾ വെക്ടർ ഡിസ്കസ് ചെയ്യും. വെക്ടറിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കണ്ടതിന് ശേഷം 3Dൻ്റെ വീഡിയോ കാണുക. അപ്പോൾ വെക്ടർ കാണാത്തവർക്ക് 3D പറയുന്ന കാര്യങ്ങൾ കുറേ മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ. വെക്ടർ ഓൾജിബ്ര നേരിട്ട് ചാപ്റ്ററിൽ കയറി കുറേ ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല. ബുദ്ധിമുട്ടുള്ള പഠിച്ചിട്ടില്ലാത്ത ഒഴിവാക്കിയ ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് മാത്രമേ ഈ ചാപ്റ്റർ കൊണ്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഈ ചാപ്റ്ററിന് ഒഴിവാക്കിയിട്ട് ഒരു കാരണവശാലും എക്സാമിന് പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, എളുപ്പമല്ലേടാ, സിമ്പിൾ സാധനങ്ങളാണ്. ഒന്ന് കൺസെപ്റ്റിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, ആദ്യം കൺസെപ്റ്റുകൾ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ഓരോരോ ക്വസ്റ്റ്യനുകൾ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാ പോർഷനും കവർ ചെയ്തിട്ടാണ് പോകുന്നത്. മിസ് ചെയ്യാതെ ഫുൾ ടോപ്പിക്ക് കാണാം കേട്ടോ. ഇതാ, വാട്ട് ഈസ് എ വെക്ടർ? നമ്മൾ പണ്ട് ഫിസിക്സിൽ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടതായിരിക്കും വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. വെക്ടർ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ പറയുന്നത് വെക്ടർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഒരു ശ്രദ്ധിച്ചോ, എ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ, എയും ബി എന്ന് പറയുന്ന എൻ പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വെക്ടറിനെ നമ്മൾ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോം ഇതാണ്. ജനറൽ ഒരു വെക്ടർ, ഒരു നമ്പർ വെക്ടർ വരച്ചതാണ് ഞാൻ. 2i + 3j + 5k. ജനറലായിട്ട് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് എഴുതുക? എ വെക്ടർ ഈസ് ഈക്വൽ ടു xi + yj + zk എന്ന് എഴുതി കൊടുക്കും. എക്സും വൈയും സെറ്റും ഒക്കെ ഉള്ളിടത്ത് നമ്പേഴ്സ് ആയിരിക്കും തരിക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെക്ടറിനെ നോർമലി നമ്മൾ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യുക. ഇത്ര മനസ്സിലാക്കിയ ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഫോമിലാണ് തരിക. ഐയും ജെയും കെയും ഒക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഞാൻ അതാ പൊസിഷൻ വെക്ടർ, ക്വസ്റ്റ്യനിലേക്കല്ല, പൊസിഷൻ വെക്ടർ ടോപ്പിക്കുകൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞു പോകും. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഒരു വെക്ടർ, ഒരു പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെയാണ് വരയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടുന്ന് ആ വെക്ടറിലേക്കുള്ള ഡയറക്ഷൻ ആടാ? ഒറിജിനിൽ നിന്ന് ആ വെക്ടറിലേക്കുള്ളതിനെയാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുക. ഓനെയാണ് ഞാൻ ഒറിജിൻ എന്നൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓ എന്ന് പറയുന്നത് 0 0 0 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. നമ്മൾ സ്പേസിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, പ്ലെയിനിലല്ല, സ്പേസിലുള്ള കാര്യമാണ് പറയുന്നത്. ഒരു സ്പേസിലുള്ള ഒരു പോയിന്റ് എക്സ് വൈ സെഡ്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും ഒക്കെ ഉണ്ടാവും. ഈ സെഡ് കോർഡിനേറ്റുകൾ, എക്സ് വൈ സെഡ് കോർഡിനേറ്റുള്ള പോയിന്റാണ് എ എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ ഒ എ എങ്ങനെയാണ് കണ്ടുപിടിക്കടാ? ഒ എ കാണണമെങ്കിൽ നിങ്ങൾ എയിൽ നിന്ന് ഓനെ മൈനസ് ചെയ്യണം. ഓരോ ക്വാണ്ടിറ്റികളും തമ്മിൽ മൈനസ് ചെയ്യാം. എക്സ് തമ്മിൽ മൈനസ് ചെയ്യുക, വൈ തമ്മിൽ മൈനസ് ചെയ്യുക, സെഡ് തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ കിട്ടുക? എ മൈനസ് ഒ. എക്സ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്തെന്നെ കിട്ടുക? എക്സ്. അതിൻ്റെ അടുത്ത് ആരെ ചേർത്ത് കൊടുക്കുക? ഐനെ ചേർത്ത് കൊടുക്കുക. വൈ മൈനസ് 0, വൈ തന്നെ കിട്ടും. അതിൻ്റെ അടുത്ത് ആരെ ചേർത്ത് കൊടുക്കുക? ജെനെ ചേർത്ത് കൊടുക്കുക. സെഡ് മൈനസ് 0, അതിൻ്റെ കൂടെ ആരെ ചേർത്ത് കൊടുക്കുക? സെഡ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ സെഡ് തന്നെയാണ്. അതിൻ്റെ കൂടെ ആരെ ചേർത്ത് കൊടുക്കുക? കെനെ ചേർത്ത് കൊടുക്കുക. ഇതാണ് ഒരു പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇതിനെ ജനറലി വേണമെങ്കിൽ നമുക്ക് എന്തും പറയാം, സ്മോൾ ലെറ്റർ എ വെക്ടർ എന്ന് വേണമെങ്കിലും പറയാം. ഒ എ വെക്ടറാണ് പൊസിഷൻ വെക്ടർ. എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ എ എന്നുള്ളതാണ്. ഒ എ എന്ന് പറയുന്നത് ആ പോയിന്റുകൾക്ക് എക്സും വൈയും സെഡും ഇട്ട് കൊടുത്താൽ മതി. എക്സും വൈയും സെഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി പറയുകയാണെങ്കിൽ ഇതാണ് ഒരു പോയിന്റ് എന്ന് വിചാരിച്ചു നിങ്ങൾ. 2, 3, 4 ഇതാണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്താണ്? ഒ എ വെക്ടർ ഈക്വൽ ടു 2i + 3j + 4k. എക്സിന് പകരം എക്സിൻ്റെ കൂടെ എക്സ് ടേമിൻ്റെ കൂടെ ഐ ക്യാപ്പും വൈ ടേമിൻ്റെ കൂടെ ജെ ക്യാപ്പും സെഡ് ടേമിൻ്റെ കൂടെ കെ ക്യാപ്പ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകണേ. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകണം. ഇവിടെ ശ്രദ്ധിച്ചോ, വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്, 2 പോയിന്റ്സ് തന്നിട്ട് അത് ജോയിൻ ചെയ്തിട്ട് ഒരു വെക്ടർ നിങ്ങളോട് എഴുതാൻ പറഞ്ഞു. എ എന്ന് പറയുന്ന ഒരു പോയിന്റും ബി എന്ന് പറയുന്ന ഒരു പോയിന്റും ജനറലായിട്ട് ഞാൻ x1 y1 z1 എന്ന് എടുത്തു. ജനറലായിട്ട് ഞാൻ x2 y2 z2 എന്ന് രണ്ടാമത്തെ പോയിന്റ് എടുത്തു. ഇത് രണ്ടും ജോയിൻ ചെയ്താണ് എങ്ങനെയാണ് വെക്ടർ വെക്കുക? എയിൽ നിന്ന് ബിയിലേക്കാണ് വെക്ടർ വരക്കാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ എ ബി വെക്ടറാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ എ ബി വെക്ടർ. എങ്ങനെയാണ് എ ബി വെക്ടർ കാണാം? അതായത് ബി മൈനസ്, നേരത്തെ നമ്മൾ ഒ എ കണ്ടുപിടിച്ചു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ എ മൈനസ് ഒ ആണ് കാണേണ്ടതെന്ന് പറഞ്ഞു. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ബി മൈനസ് എ ആണ് നിങ്ങൾ കാണേണ്ടത്. ഇവിടെ നിന്ന് ഇവിടേക്ക് മൈനസ് ചെയ്യുക. x2 - x1i + y2 - y1j + z2 - z1k. വളരെ സിമ്പിൾ സാധനമാണ്. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല. നേരിട്ട് മൈനസ് ചെയ്യുക. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ ഓരോ കോർഡിനേറ്റുകളും തമ്മിൽ മൈനസ് ചെയ്യുക. ഐയും ജെയും കെയും ക്യാപ്പുകൾ ഇട്ട് കൊടുക്കുക. സെറ്റല്ലേ? ഈ ക്വസ്റ്റ്യൻ നോക്കിയടാ. ഈ പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്, എ ബി എന്ന് പറയുന്ന വെക്ടറാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിയിൽ നിന്ന് എ അല്ലേ മൈനസ് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോട് ഇവിടെ ബി എ കാണാൻ പറയാടാ. ബി എ വെക്ടർ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് കാണടാ? എയിൽ നിന്ന് ബീനെ മൈനസ് ചെയ്യണം. എങ്ങനെയായിരുന്നു ബീനെ മൈനസ് ചെയ്യുക? ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൈനസ് ചെയ്യുക. 1 - 4 എന്താ വരികടാ? 1 - 4 എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ -3. അതിൻ്റെ കൂടെ ആരിട്ട് കൊടുക്കണം? ഐ ക്യാപ്പ് ഇട്ട് കൊടുക്കണം. 2 - 3 ചെയ്താൽ 2 - 3 -1j -1
ജെ 3 - 2 പ്ലസ് 1 കെ ക്യാപ്പ്. ഇതാണ് ഈ എ ബി വെക്ടർ അല്ല ബി എ വെക്ടർ. ബിയിൽ നിന്ന് എയിലേക്കാണ് ചോദിച്ചതെന്നുണ്ടെങ്കിലാണ് കേട്ടോ. ബിയിൽ നിന്ന് എയിലേക്ക് ചോദിച്ചാൽ ഇതേ സാധനം തന്നെ എയിൽ നിന്ന് ബിയിലേക്ക് ചോദിച്ചു വിടണം. എ ബി വെക്ടർ എന്താ കിട്ടുക? എ ബി വെക്ടർ ആകുമ്പോൾ നിങ്ങൾ ബിയിൽ നിന്ന് എനെയാണ് മൈനസ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചോ, ബിയിൽ നിന്ന് എങ്ങനെ എനെ മൈനസ് ചെയ്യുക? എ ബി വെക്ടർ ആകുമ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും ആരോ, ബി എ വെക്ടർ ആകുമ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും ആരോ. അതാണ് മാറ്റം. ഓക്കെ, അപ്പോൾ ബിയിൽ നിന്ന് എനെ മൈനസ് ചെയ്തോ. 4 - 1 = 3i പ്ലസ് 3 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1j. അടുത്തത് 2 - 3 എന്ന് പറയുമ്പോൾ -1k. ഈ 1 ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോടാ. 3i - j - k എന്ന് ജനറൽ എഴുതി കൊടുക്കുക. ഇതാണ് 2 പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുന്ന ഒരു വെക്ടർ. 2 പോയിന്റുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന വെക്ടർ എയിൽ നിന്ന് ബിയിലേക്കുള്ള വെക്ടർ കണ്ടുപിടിക്കുക. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ സാധനമല്ലേ? അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചോ, അതാ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടർ തന്നാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും? ജനറൽ വെക്ടർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. AI + BJ + CK എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മോഡ് എ വെച്ചിട്ടാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. 2 സൈഡിൽ ഒരു കുത്തനുള്ള വരട്ട് കഴിഞ്ഞാൽ എന്താവും? മോഡ് എ എന്നല്ലേ. മോഡ് എ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് ഐന്റെ അടുത്തുള്ള ടേമിന്റെ സ്ക്വയർ കാണുക, ജെന്റെ അടുത്തുള്ള ടേമിന്റെ സ്ക്വയർ കാണുക, കെന്റെ അടുത്തുള്ള ടേമിന്റെ സ്ക്വയർ കാണുക. ഐന്റെയും ജെന്റെയും കെന്റെയും കോഎഫിഷ്യന്റുകളുടെ സ്ക്വയറുകൾ മാത്രം കണ്ടാൽ മതി. ഐനും ജെനും കെനും നിങ്ങൾ അവിടെ കൂട്ടണ്ട കേട്ടോ. A² + B² + C². അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അതിന് മൊത്തത്തിൽ റൂട്ട് ഇടുക. ഓക്കെ അല്ലേ? ഇതാ ഒരു ക്വസ്റ്റ്യൻ. ഈ കാണുന്ന എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക? എ വെക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ = ആദ്യം റൂട്ട് ഇട്ട് കൊടുക്കണം. ഐന്റെ അടുത്തുള്ള കോയിഫിഷ്യന്റ് എന്താണ്? 2ന്റെ സ്ക്വയർ കാണുക, പ്ലസ് ജെന്റെ അടുത്തുള്ള കോയിഫിഷ്യന്റ് 3ന്റെ സ്ക്വയർ കാണുക, പ്ലസ് കെന്റെ അടുത്തുള്ള കോയിഫിഷ്യന്റ് -2 ആണ്. അപ്പോൾ -2ന്റെ സ്ക്വയറും കാണുക. ഇങ്ങനെ ഓരോ ടേമിന്റെ സ്ക്വയറും കണ്ടിട്ട് പ്ലസ് ചെയ്താൽ ആൻസർ ആയി. 2ന്റെ സ്ക്വയർ എന്ത് കിട്ടൂടാ? 4 കിട്ടും. 3ന്റെ സ്ക്വയർ 9 കിട്ടും. -2ന്റെ സ്ക്വയറും എന്തെന്നെ കിട്ടൂടാ? 4 എന്ന് കിട്ടും. 8 + 9 ആൻസർ എത്ര കിട്ടുക? √17 എന്ന് കിട്ടും. ഇതാണ് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ വെക്ടറിന്റെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ആ വെക്ടറിന്റെ ദൂരം, നീളം എത്ര ഉണ്ട്, ലെങ്ത് എത്ര ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന വെക്ടറിന്റെ ലെങ്ത് എത്രയാടാ? √17 ആണ്. സിമ്പിൾ അല്ലേ? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. മാഗ്നിറ്റ്യൂഡ് കാണാൻ, മോഡ് എ കാണാൻ, വെക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ കാണാൻ നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. യൂണിറ്റ് വെക്ടറും മറ്റ് വെക്ടറുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നിർബന്ധമായിട്ടും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും മറക്കരുത്. മാഗ്നിറ്റ്യൂഡ് മോഡുലസ് കാണണമെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ √A² + B² + C². ഓരോ ടേമിൻ്റെയും ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും ടേമുകളുടെ സ്ക്വയർ കാണാം. അടുത്തേക്ക് പോകാനേ സ്പീഡാക്കുന്നുണ്ടേ കുറച്ച്. ഓക്കെ, ശ്രദ്ധിച്ചു. അടുത്തത് ഇതാ ഞാൻ പറഞ്ഞു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറിനെയാണ് ശരിക്കും യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. പക്ഷേ നമ്മളോട് ഇവിടെ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ, ഒരു വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ജനറൽ ഇക്വേഷൻ ഇതാടാ. A³ എന്നാണ് യൂണിറ്റ് വെക്ടറിനെ പറയാം കേട്ടോ. A². എന്റെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ A², ബിന്റെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ B². A³ കാണണമെങ്കിൽ നിങ്ങൾ A വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. A വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഞാനൊരു ജനറൽ ഇക്വേഷൻ പറഞ്ഞുതരാം. A വെക്ടർ = 2i + j - 3k. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ കാണണമെങ്കിൽ എ വെക്ടർ വേണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എങ്ങനെ കാണും? √2² + 1² + -3ന്റെ സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് കാണുന്നത് ഇങ്ങനെയല്ലേ? കണ്ടുപിടിച്ചോ. എന്താ കിട്ടുക? √4 + 1 + 9 = √14 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് കാണുക? A² = A വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. എ വെക്ടർ അതേപോലെ എഴുതി കൊടുക്കുക. എന്താ? എ വെക്ടർ 2i + j - 3k എന്ന് എഴുതി കൊടുത്തു, ഡിവൈഡഡ് ബൈ √14. എടാ ഇങ്ങനെ എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ഇനി അടുത്തൊരു സ്റ്റെപ്പും കൂടി എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും കോയിഫിഷ്യൻറ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കൊടുക്കണം. ഈ √14 ഓരോന്നിനും കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? 2/√14i + 1/√14j പ്ലസ് അല്ല മൈനസ് 3/√14k. ഇതാണ് എ എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ, അതായത് A³ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. 1 വേർഡ് ആയിട്ടോ 2 മാർക്കിനൊക്കെ ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്. യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വെക്ടർ തരും. ആ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ ഇതേപോലെയാണ് കാണുന്നത്. സിമ്പിൾ അല്ലേ? ചെയ്തൂടെ? അടുത്തേക്ക് പോവാണേ ഞാൻ. നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചോ. ഡയറക്ഷൻ റേഷ്യോസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. എടാ ഒരു വെക്ടർ തന്നാൽ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും കോയിഫിഷ്യൻറ്റുകളെയാണ് എടാ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഇവിടെ ഐൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? X ആണ്. ജെൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? Y ആണ്. കെൻ്റെ കോയിഫിഷ്യൻ്റ് എന്താടാ? Z ആണ്. ഇതിനെയാണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുക. ജനറലി ഒരു വെക്ടർ
3i മൈനസ് 2j പ്ലസ് കെ. ഇതാണ് ഒരു വെക്ടർ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഡയറക്ഷൻ റേഷ്യോസ്? ഐ എൻ്റെ കോയിഫിഷ്യൻ്റ് 3 ആണ്, ജെ എൻ്റെ കോയിഫിഷ്യൻ്റ് -2 ആണ്, കെ എൻ്റെ കോയിഫിഷ്യൻ്റ് കെ എൻ്റെ അടുത്തുള്ള നമ്പർ ഏതാടാ 1 അല്ലേ? ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ്. സിമ്പിൾ അല്ലേ? എളുപ്പം കണ്ടുപിടിച്ചൂടെ? അടുത്തേക്ക് പോവാണേ. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ശ്രദ്ധിച്ചോ, ഒരു വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ആ വെക്ടർ എക്സ് ആക്സിസുമായിട്ടും വൈ ആക്സിസുമായിട്ടും സെഡ് ആക്സിസുമായിട്ടും ഉണ്ടാക്കുന്ന ആംഗിളുകളെയാണ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന് ആൽഫ എന്നും വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന് ബീറ്റ എന്നും സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന് ഗാമ എന്നുമാണ് നമ്മൾ പറയാം. ആൽഫ, ബീറ്റ, ഗാമ. ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡയറക്ഷൻ കൊസൈൻസ് ആംഗിൾ യൂസ് ചെയ്തിട്ട് ഡയറക്ഷൻ കൊസൈൻ കണ്ട രണ്ട് രീതിയിൽ ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ പറ്റൂടാ. ഒന്ന് ആംഗിൾ യൂസ് ചെയ്തിട്ടും ഒന്ന് ഒരു വെക്ടർ യൂസ് ചെയ്തിട്ടും ഡയറക്ഷൻ കൊസൈൻ കാണാൻ പറ്റും. ആംഗിൾ യൂസ് ചെയ്തിട്ട് കാണുന്ന മെത്തേഡാണിത്. ആംഗിൾ തന്നു കഴിഞ്ഞാൽ എല്ലും എമ്മും എന്നും ആണ് ഡയറക്ഷൻ കൊസൈൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫോം കേട്ടോ. എല്, എം, എൻ എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. എൽ എന്ത് കണ്ടുപിടിക്കണടാ? കോസ് ആൽഫ. ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ കോസിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ കിട്ടുന്നതാടാ എൽ എന്ന് പറയുന്നത്. എം എന്ന് പറയുന്നത് ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ കോസിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നതാടാ കോസ് ബീറ്റ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഗാമ. ഗാമൻ എന്തിലുള്ള കോസിലിട്ട് കൊടുത്താൽ കിട്ടുന്നതാടാ എൻ എന്ന് പറയുന്നത്. എല്ലും എമ്മും എന്നും ആണ് എന്ത് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇവിടെ. L² + M² + N² കണ്ടുപിടിച്ചാൽ ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. L² + M² + N² കണ്ടുപിടിച്ചാൽ 1 കിട്ടും. ഓക്കെ അല്ലേ? ഇത് ഉപയോഗിച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം ശ്രദ്ധിച്ചോ. ഇഫ് എ വെക്ടർ makes an angle 90 degree, 60 degree, 30 degree with the positive direction of x, y and z axis respectively, find its direction cosines. ഇങ്ങനെ 3 ആംഗിളുകൾ തന്നിട്ട് നിങ്ങളോട് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്ന ആംഗിളുകൾ ആൽഫയും ബീറ്റയും ഗാമയുമാണടാ. ആൽഫ = 90 ഡിഗ്രി, ബീറ്റ = 60 ഡിഗ്രി, ഗാമ = 30 ഡിഗ്രി. നേരെ നമ്മളിവിടെ പഠിച്ച ഇക്വേഷൻ ഇല്ലേടാ, കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. അതിൽ കൊണ്ടിട്ട് കൊടുത്തു ഞാൻ. കോസ് ആൽഫ കണ്ടുപിടിക്കുന്നതാണ് എൽ എന്ന് പറയുന്നത്. കോസ് 90 = ആൻസർ എന്താ? 0. എല്ലിന്റെ വാല്യൂ 0 എന്ന് കിട്ടി. കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 60 ആണ്. കോസ് 60 കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? കോസ് 60ന്റെ വാല്യൂ എത്രയാടാ? m = 1/2. കോസ് 60 നിങ്ങൾക്ക് അറിയുന്ന വാല്യൂ തന്നെയായിരിക്കും. കോസ് 60 = 1/2. അതേപോലെ തന്നെ 30 ഡിഗ്രി ഗാമക്ക് പകരം കൊടുത്തു കഴിഞ്ഞാൽ കോസ് 30 ഡിഗ്രി = √3/2. ഈ എല്ലും എമ്മും എന്നും ആണടാ എന്ത് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ യൂസ് ചെയ്തിട്ട് ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ലേ? മനസ്സിലായില്ലടാ? സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു മെത്തേഡും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതാ മെത്തേഡ്? ഫ്രം എ വെക്ടർ ഒരു വെക്ടർ തന്നിട്ട് അതിന് എങ്ങനെയാണ് ഡയറക്ഷൻ കൊസൈൻ കാണാനാണ്. എ എന്ന് പറയുന്ന ഒരു വെക്ടർ AI + BJ + CK ആണെങ്കിൽ L കാണണമെങ്കിൽ a/√A² + B² + C² കണ്ടാൽ മതി. M കാണണമെങ്കിൽ b/√A² + B² + C² കണ്ടാൽ മതി. N കാണണമെങ്കിൽ c/√A² + B² + C² കണ്ടാൽ മതി. സിമ്പിൾ അല്ലേ? അതിൽ തന്നെ കാണാം. അതായത് എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. എ എന്ന് പറയുന്ന പോയിന്റ് അവിടെ എഴുതി, അതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്ത് എഴുതി കൊടുത്തു? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി. ബി എന്ന് പറയുന്ന പോയിന്റ് അവിടെ എഴുതി. ജെൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ബി. ഡിനോമിനേറ്ററിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി കൊടുത്തു. സ്കെൻ്റെ അടുത്തുള്ള കോയിഫിഷ്യൻ്റ് എഴുതി, അതിൻ്റെ ഡിനോമിനേറ്ററിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി കൊടുത്തു. സിമ്പിളാണ്. ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ഇക്വേഷൻ ഓർത്ത് വെക്കുക. എൽ കാണാനുള്ളതും എം കാണാനുള്ളതും എൻ കാണാനുള്ളതും 3 ഇക്വേഷനും ഓർത്ത് വെക്കുക നിർബന്ധമായിട്ടും. ഓക്കെ. അത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കോ. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി വെക്ടർ 2i - j - 2k. 2i - j - 2k. ഇവിടെ ശ്രദ്ധിച്ചോ. എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് -1 ആണ്, സി എന്ന് പറയുന്നത് -2 ആണ്. എയും ബിയും സിയും കിട്ടി. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ്. ഇതാണ് എന്താ ഡയറക്ഷൻ റേഷ്യോസ്. നമ്മളോട് കാണാൻ പറഞ്ഞത് ഡയറക്ഷൻ കൊസൈൻസാ. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻ കാണണമെങ്കിൽ ഇക്വേഷൻ എന്താ? a/√A² + B² + C² ആണ്. എം കാണണമെങ്കിൽ b/√A² + B² + C² ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും √A² + B² മാഗ്നിറ്റ്യൂഡ് കാണണം. ആ കാണുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡാണ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചതാ. നമ്മളിത് കുറേ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നോക്കിക്കോ. 2² + 1² + -2², 4 + 4 + 1 √9 = 3 എന്ന് കിട്ടി. മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ എന്ത് കിട്ടിയടാ? 3 എന്ന് കിട്ടി. ആ വാല്യൂ ഇതിന്റെ താഴെ ഓരോ കോയിഫിഷ്യന്റിനെയും താഴെ കൊണ്ടിട്ട് കൊടുക്കുക. L = a/a ന്റെ വാല്യൂ 2/, മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ എത്ര കിട്ടിയടാ? 3 ഇട്ട് കൊടുത്തു. അതാണ് എല്ലിന്റെ വാല്യൂ. എമ്മിന്റെ വാല്യൂ, ബിന്റെ വാല്യൂ ഇവിടെ -1 ആണ്. അപ്പോൾ -1/3 ആണടാ എമ്മിന്റെ വാല്യൂ. സിന്റെ വാല്യൂ -2 ആണടാ. അപ്പോൾ -2/ മാഗ്നിറ്റ്യൂഡ് 3 എഴുതി കൊടുത്താൽ -2/3. ഇങ്ങനെയാണ് ഒരു വെക്ടർ തന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനടാ? ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നില്ലേടാ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ
ഇവിടെ ശ്രദ്ധിച്ചോ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ടു വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും എങ്ങനെ ആഡ് ചെയ്യുക, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക, വളരെ സിമ്പിൾ സാധനമാണ്. സ്പീഡായിട്ട് ഞാൻ പറയുകയാണ്. രണ്ട് വെക്ടേഴ്സ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും എങ്ങനെ ആഡ് ചെയ്യുക, ഐൻ്റെ കോയിഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ചെയ്യുക, ജെൻ്റെ കോയിഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ചെയ്യുക, കെൻ്റെ കോയിഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ചെയ്യുക. സിമ്പിളാണ്. ഇവിടെ ഐൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ് 2 ആണ്, ഐൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ് 4 ആണ്. 2 + 4 = 6i. 6 ചെയ്താൽ ഈ കോയിഫിഷ്യൻ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് അവിടെ ഐ ഇട്ട് കൊടുക്കുക. ജെൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്, ഇവിടെ 3 ആണ്, ഇവിടെ എന്താ 2 ആണ്. 3 + 2 = 5j. ഇനി അടുത്തതോ 5 + -k. -k എന്ന് പറഞ്ഞാൽ -1 എന്നല്ലടാ, 5 - 1 എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പ്ലസ് ചെയ്യണമെങ്കിലും അതിൻ്റെ സിമ്പിൾ മൈനസ് അല്ലേ. അപ്പോൾ 5 - 1 എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ +4k എന്ന് കിട്ടും. 6i + 5j + 4k ഇതാണ് തമ്മിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും കോയിഫിഷ്യൻറ്റുകൾ നമ്മൾ ജസ്റ്റ് പ്ലസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, മൈനസ് ചെയ്യാന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും കോയിഫിഷ്യൻ്റ് നമ്മൾ മൈനസ് ചെയ്താൽ മതി. ഇവിടെ 2i - 4i, 2ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ എത്ര കിട്ടൂടാ, -2 എന്നല്ല കിട്ടുക. അതിൻ്റെ കൂടെ ഐ ഇട്ട് കൊടുക്കുക. 2ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ -2 കിട്ടും. അതിൻ്റെ കൂടെ എന്തെങ്കിലും കൊടുത്തു, ഐ ഇട്ട് കൊടുത്തു. 3j - 2j, 3j - 2j ചെയ്താലും എന്ത് കിട്ടൂടാ, -j എന്നല്ല കിട്ടുക, സോറി മൈനസ് അല്ല +j. 3j - 2j = +j എന്ന് കിട്ടും. 5k - -k, 5k ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. ഇവിടുത്തെ സിമ്പിളും മൈനസ് ആണ്, ഇടയിലുള്ള ഓപ്പറേഷൻ്റെ സിമ്പിളും മൈനസ് ആണ്. 5k - -k വന്നാൽ 5k + k എന്നാവും. ദാറ്റ് ഈസ് = +6k എന്ന് കിട്ടും. ഇതാണ് അഡീഷനും സബ്ട്രാക്ഷനും. നേരെ തമ്മിൽ പ്ലസ് ചെയ്യുക, നേരെ തമ്മിൽ മൈനസ് ചെയ്യുക. പ്ലസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഐനെ ഐ കൊണ്ട് മാത്രം പ്ലസ് ചെയ്യുക, ജെനെ ജെ കൊണ്ട് മാത്രം പ്ലസ് ചെയ്യുക, കെനെ കെ കൊണ്ട് മാത്രം പ്ലസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ യൂസ് ചെയ്യുക. സിമ്പിൾ അല്ലേടാ, അഡീഷൻ സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ. ഇനി അടുത്ത ടോപ്പിക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ഒരു നമ്പർ കൊണ്ട് ഒരു വെക്ടറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നോക്കി നിങ്ങൾ 5 എന്ന് പറയുന്ന ഒരു നമ്പറിനെ കൊണ്ട് ഈ എ എന്ന് പറയുന്ന വെക്ടറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, 5ൻ്റെ ഓരോ കോയിഫിഷ്യൻറ്റുകളെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഓരോ കോയിഫിഷ്യൻറ്റുകൾ എന്തുകൊണ്ട് ചെയ്യുക, 5 കൊണ്ട്. 5 × 2 10i, -3 × 5 -15j, 5 × 2 +10k. നേരെ എല്ലാ കോയിഫിഷ്യൻറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലോ 3 × 2 6i, 3 × 3 -9j, 3 × 2 +6k. ഓക്കെ അല്ലടാ. ഇനി അടുത്ത ഇവിടെ നോക്കിക്കോ, -2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് വരിക, -2 × 2 -4i, -2 × -3 +6j, -2 × -3 ആകുമ്പോൾ പ്ലസ് ആവും, +6j, -2 × -2k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4k എന്ന് കിട്ടും. ഇത്രയാണ് അഡീഷൻ, സോറി മൾട്ടിപ്ലിക്കേഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു നമ്പർ കൊണ്ടൊരു വെക്ടറിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാല്ല കേട്ടോ, ഒരു നമ്പർ കൊണ്ടൊരു വെക്ടറിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്നത്. അതിനാണ് നമ്മൾ എന്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകണേ ഞാൻ. നെക്സ്റ്റ് ടോപ്പിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷനും തമ്മിൽ എക്സ്ട്രീം വ്യത്യാസമുണ്ട്. അത് രണ്ടും ഒന്നിച്ച് കൂട്ടരുത്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കൊണ്ട് ഒരു വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതുമാണ് കേട്ടോ. രണ്ട് ഫോമുകളാണ് മൾട്ടിപ്ലിക്കേഷനിലുള്ളത്. ഒന്ന് സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടാവുക ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് കാരണം ഡോട്ട് പ്രൊഡക്റ്റ് പഠിച്ചാലും മതി, അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പഠിച്ചാലും മതി. സ്കേലാർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്, ഒരു ക്വാണ്ടിറ്റിയാണ്, ഒരു വാല്യൂ ആണ് സ്കേലാർ എന്ന് പറയുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ കിട്ടുന്ന ആൻസർ ഒരു സ്കേലാർ ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും. എപ്പോഴും ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ ഒരു സ്കേലാർ, ഒരു ക്വാണ്ടിറ്റി, ഒരു നമ്പറാണ് കിട്ടുക. ഇനി അടുത്തത് നമുക്കിതിൽ എന്തുകൊണ്ട് ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്. ക്രോസ് പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് A × B, അതിന് നമ്മൾ പറയുന്ന വേറൊരു പേര് എന്ന് പറയുന്നത് വെക്ടർ പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിൽ ക്രോസ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറും വേറൊരു വെക്ടർ ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ സ്കേലാർ പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് അത് ഡോട്ട് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഒരു ആൻസർ ആയിരിക്കും. ഒരു നമ്പർ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുക, അല്ലാതെ ഒരു വെക്ടർ അല്ല കിട്ടുക. അത് രണ്ടും ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, സ്കേലാർ പ്രൊഡക്റ്റ് ആണ് കാണുക എന്നുള്ളത്. നോക്കിക്കോ, രണ്ട് വെക്ടേഴ്സ് A B എന്ന് പറയുന്നതിനെ ഡോട്ടിനെ നമ്മൾ A.B എന്നാണ് എഴുതുക. ഒരു ഡോട്ടാണ് ഇടേണ്ടത്, ഇൻറ്റു ഒന്നും ഇടരുത്, A.B എന്നാണ് എഴുതേണ്ടത്. A.B കണ്ടുപിടിക്കാന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും കോയിഫിഷ്യൻറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഐനെയും ജെനെയും കെനെയും ഒക്കെ മറക്കുക, കോയിഫിഷ്യൻറ്റുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തമ്മിൽ പ്ലസ് ചെയ്യുക. ഇവിടുത്തെ കോയിഫിഷ്യൻറ്റും ഇവിടുത്തെ കോയിഫിഷ്യൻറ്റും, ഇവിടുത്തെ ഐൻ്റെ കോയിഫിഷ്യൻറ്റ് 2 ആണ്, ഇവിടുത്തെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ 2 × 1 പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 3 × -2, 3 × -2 പ്ലസ് 5 × 1, 5 × 1. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോ ടേമുകളും തമ്മിലാണ് പ്ലസ് ചെയ്യുക. ഐനും ജെനും കെനും ഒന്നും നിങ്ങൾ അവിടെ കൂട്ടണ്ട കേട്ടോ. നേരത്തെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ്, സോറി പ്ലസിൻ്റെയും മൈനസിൻ്റെ ഒക്കെ കേസിൽ പ്ലസ് ചെയ്തിട്ട് ഐയും ജെയും കെയും ഒക്കെ എഴുതുന്നുണ്ട്. ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത്, ക്രോസ് പ്രൊഡക്റ്റ് കാണുന്ന സമയത്തൊന്നും നിങ്ങൾ അവിടെ നേരെ എന്ത് ചെയ്തരുത്, ഐയും ജെയും കെയും ഒന്നും എഴുതി കൊടുക്കരുത്. പകരം നേരിട്ട് ആ നമ്പറുകൾ തമ്മിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സിമ്പിൾ അല്ലടാ. നോക്കിക്കേ, 2 × 1 2 തന്നെയാണ് കിട്ടുക. -2 × 3 ആകുമ്പോൾ -6 എന്ന് കിട്ടും. പ്ലസ് 5 × 1 ആകുമ്പോൾ 5 എന്ന് കിട്ടും. 5 + 2 എന്ന് കിട്ടും. എന്താ 7 - 6 വിച്ച് ഈക്വൽ ടു ആൻസർ എന്താ ഇവിടെ 1 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേടാ. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഞാനിവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. two vectors A vector and B vector are perpendicular. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? A ഡോട്ട് ബിൻ്റെ ആൻസർ എന്താവും? 0 ആവും. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണോ എന്ന് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതിയടാ? A ഡോട്ട് ബി 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. A ഡോട്ട് ബി 0 ആണെങ്കിൽ ദ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറയാം. ഓക്കെ അല്ലേ? രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ A ഡോട്ട് ബി ഇങ്ങനെ ഡോട്ട് കണ്ടാൽ അതിൻ്റെ ഫൈനൽ ആൻസർ എന്ത് കിട്ടൂടാ? 0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, അടുത്ത പോയിന്റ് നോക്കിക്കോ. പാരലൽ ആണെങ്കിൽ A എന്ന് പറയുന്ന വെക്ടർ ഞാൻ x1 y1 z1 ഉം B എന്ന് പറയുന്ന x2 i plus y2 j plus z2k എന്ന് എഴുതിയിട്ടുണ്ട്. പാരലൽ ആണെങ്കിൽ ഇതിന്റെ റേഷ്യോസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. x1 by x2 equal to y1 by y2 equal to z1 by z2. ഇങ്ങനെ എല്ലാം തമ്മിൽ ഡിവൈഡ് ചെയ്താൽ എക്സിന്റെ കോയിഫിഷ്യന്റ് ഐന്റെ കോയിഫിഷ്യന്റുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താലും ജെന്റെ കോയിഫിഷ്യന്റുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താലും കെന്റെ കോയിഫിഷ്യന്റുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളതാണ് എന്തിന്റെ കണ്ടീഷൻ എടാ? പാരലലിന്റെ കണ്ടീഷൻ. A ഡോട്ട് ബി കണ്ടാൽ 0 ആവും എന്നുള്ളത് ആരുടെ കണ്ടീഷൻ എടാ? പെർപെൻഡിക്കുലറിന്റെ കണ്ടീഷൻ. ഓക്കെ അല്ലേ? ഈ രണ്ട് പോയിന്റും നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഇവിടെ ശ്രദ്ധിച്ചോ. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കോസ് തീറ്റ ഈക്വൽ ടു A ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B. A ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B. ക്വസ്റ്റ്യൻ വായിച്ചോടാ, സിമ്പിളാണ്. ഇനി നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് A വെക്ടർ I പ്ലസ് J പ്ലസ് K ആൻഡ് B വെക്ടർ ഈക്വൽ ടു I മൈനസ് J പ്ലസ് K. ആദ്യം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് A ഡോട്ട് ബിയും വേണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും വേണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും വേണം. ഓരോന്നും കണ്ടുപിടിക്കുക. A ഡോട്ട് ബി കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? A ഡോട്ട് ബി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഐൻ്റെയും ജെൻ്റെയും കോയിഫിഷ്യന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 1 1 കിട്ടും. -1 × J കണ്ടാൽ -1 × 1 കണ്ടാൽ -1 കിട്ടും. -1 × 1 കണ്ടാൽ -1 കിട്ടും. 1 × 1 കണ്ടാൽ എന്തും കിട്ടും? 1 കിട്ടും. അതിൻ്റെ കോയിഫിഷ്യന്റുകൾ മാത്രമാണ് കേട്ടോ. ഐയും ജെയും കെയും നമ്മൾ എടുക്കുന്നില്ല. അതിൻ്റെ അടുത്തുള്ള നമ്പറുകൾ, ഇവിടെ എല്ലാത്തിൻ്റെ അടുത്ത് നമ്പറുകൾ മാത്രം ആയതുകൊണ്ട് ഫസ്റ്റത്തത് 1, രണ്ടാമത്തത് -1, മൂന്നാമത്തതും 1. 1 - 1 0, 0 + 1 = 1 എന്ന് കിട്ടി. A ഡോട്ട് ബി ആൻസർ എന്ത് കിട്ടിയടാ? 1 എന്ന് കിട്ടി. ഇനി അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയും കാണണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കാണുമ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യന്റുകൾ തമ്മിൽ പ്ലസ് ചെയ്യണം. ആദ്യം പറഞ്ഞ സാധനം മോഡുലസ് ഓഫ് എ 1² + 1² + 1² √3 എന്ന് കിട്ടി. രണ്ടാമത്തും അതേപോലെ തന്നെ 1² + 1² + 1² കണ്ടാൽ √3 എന്ന് കിട്ടി. A വെക്ടറിന്റെയും B വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡുകൾ എന്ത് കിട്ടിയടാ? √3 കിട്ടി. നേരെ കൊടുത്തിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇതല്ലേ നമ്മൾ ഇക്വേഷൻ? cos θ = A ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B. A ഡോട്ട് ബിക്ക് പകരം നേരെ 1 കൊടുത്തു. A ഡോട്ട് ബിക്ക് പകരം 1 കൊടുത്തു. മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്ക് പകരം √3, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിക്ക് പകരം √3. √3 × √3 എന്ന് പറഞ്ഞാൽ എന്തെന്നെ കിട്ടൂടാ? √3 × √3 √x × √x എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? x അല്ലേ? അതുകൊണ്ട് √3 × √3 ചെയ്താൽ 3 എന്ന് കിട്ടും. 1/3. cos θ = 1/3 ആണ്. cos θ = അല്ലടാ 1/3. cos θ = 1/3 ആണെങ്കിൽ തീറ്റ അവിടെ നിർത്തിയിട്ട് കോസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്താ ഇവിടെ? കോസ് ഇൻവേഴ്സ് എന്നാവില്ലേ? ദാറ്റ് മീൻസ് θ = കോസ് ഇൻവേഴ്സ് ഓഫ് 1/3. സിമ്പിൾ സാധനമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? അടുത്തേക്ക് പോട്ടെ ഞാൻ. നെക്സ്റ്റ് ഇത് ഉപയോഗിച്ചിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്നെ കാണാനുള്ള അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ബി വെക്ടർ. രണ്ട് ടൈപ്പ് ഇക്വേഷൻ ആണ് ഇതിലുള്ളത്. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ബി വെക്ടർ. ഇവിടെ അവസാനമുള്ള ആളുകൾ താഴെ എഴുതി കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ബി, എ ഓൺ ബി ആണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ബീനെ താഴെ എഴുതി കൊടുക്കണം. മുകളിൽ എപ്പോഴും എ ഡോട്ട് ബി ആണ് എഴുതേണ്ടത്. മുകളിൽ എപ്പോഴും എന്താണ്? എ ഡോട്ട് ബി ആണ്. ഇവിടെ നോക്കിയ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ വെക്ടർ ആണെങ്കിൽ ഇവിടെ ഉള്ള ആൾ എന്ത് ചെയ്യണം? താഴെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് കൊടുക്കണം. ഓക്കെ അല്ലേ? ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക കേട്ടോ, മറന്നു പോകരുത്. ഇക്വേഷൻ പഠിച്ചു വെക്കണേ. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദി വെക്ടർ എ വെക്ടർ എഴുതിയിട്ടുണ്ട് 2i + 3j + 2k ഓൺ ദി വെക്ടർ ബി വെക്ടർ. എ ഓൺ ബി ആണ് കാണേണ്ടത്. എ ഓൺ ബി കാണുമ്പോൾ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ് കാണേണ്ടത്. ഇക്വേഷൻ എഴുതി ഞാൻ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. എ ഡോട്ട് ബി അവിടെ സൈഡിൽ കണ്ടുപിടിച്ചു. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ രണ്ട് കോയിഫിഷ്യന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എന്ത് കിട്ടിയടാ? 10 എന്ന് കിട്ടി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ബിന്റെ മാഗ്നിറ്റ്യൂഡ് √1² + 2² + 1² കണ്ടാൽ √6 കിട്ടി. അത് രണ്ടും നേരെ ഇക്വേഷനിലേക്ക് കൊടുത്തിട്ടുണ്ടാ. എ ഡോട്ട് ബിക്ക് പകരം 10 കൊടുത്തു, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിക്ക് പകരം എന്ത് കൊടുത്തു? √6 കൊടുത്തു. അപ്പോൾ 10/√6 എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഓൺ ബി എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഇതൊക്കെ സ്പീഡായിട്ട് പറഞ്ഞത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേടാ? സിമ്പിൾ അല്ലേ? അടുത്തേക്ക് പോട്ടെ ഞാൻ. നെക്സ്റ്റ് നോക്കിക്കോട്ടോ. ഇതാ വെക്ടർ ഓർ ക്രോസ് പ്രൊഡക്റ്റ്. നേരത്തെ പറഞ്ഞു ഞാൻ വെക്ടർ പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും. നേരത്തെ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞിരുന്നു. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആൻസർ എപ്പോഴും കിട്ടുക ഒരു
വാല്യൂ ആണ് കിട്ടുക, ഒരു നമ്പറാണ് ആൻസർ ആയിട്ട് കിട്ടുക. ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ആൻസർ അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റിൻ്റെ ആൻസർ എപ്പോഴും ഫൈനൽ ആൻസർ എന്താണ് കിട്ടുക? ഒരു വെക്ടർ ആണ് കിട്ടുക. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആൻസറും ഒരു വെക്ടർ ആയിരിക്കും. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആൻസർ ഒരു സ്കേലാർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ ഞാൻ. എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഇത് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുള്ള ഒരു സാധനമാട്ടോടാ. എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദി വെക്ടേഴ്സ് എ ആൻഡ് ബി വെക്ടർ. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറയും. എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നതിന് പകരം ചോദിക്കുന്ന ഒരു ഫോമാണ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദി എ വെക്ടർ ആൻഡ് ബി വെക്ടർ. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ ഓർത്തോ, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആരെയാടാ? എ ക്രോസ് ബിനെയാണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞത് എന്ന് എങ്ങനെ മനസ്സിലാക്കണം? എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദി എ വെക്ടർ ആൻഡ് ബി വെക്ടർ എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, പറഞ്ഞത് എന്താണ്? എ ക്രോസ് ബി ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കും, എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ക്രോസ് കാണാൻ ചോദിക്കും. അപ്പോൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇതാ ക്വസ്റ്റ്യൻ എഴുതി. എ എന്ന് പറയുന്നത് 2i + 3j - 2k, ബി എന്ന് പറയുന്നത് i - 2j + 2k. ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി കാണണമെങ്കിൽ നിങ്ങൾ ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്യണടാ. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്റർ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ചാപ്റ്ററിലെ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ ഫസ്റ്റ് ലൈനായിട്ട് ഐയും ജെയും കെയും എഴുതി കൊടുത്തു. ഫസ്റ്റ് ലൈൻ എപ്പോഴും വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് കാണുമ്പോൾ ഫസ്റ്റ് ലൈൻ എപ്പോഴും എന്ത് എഴുതി കൊടുക്കണം? ഐ ജെ കെ എഴുതി കൊടുക്കണം. സെക്കൻഡ് ലൈൻ എന്ത് എഴുതണം? ഫസ്റ്റത്തെ വെക്ടർ ഏതിനെയാണോ ഫസ്റ്റ് ക്രോസ് ചെയ്യേണ്ടത് അതിൻ്റെ കോയിഫിഷ്യൻറ്റ്, ഐൻ്റെ കോയിഫിഷ്യൻറ്റ് 2ജെൻ്റെ കോയിഫിഷ്യൻറ്റ് 3കെൻ്റെ കോയിഫിഷ്യൻറ്റ് -2. ഇവിടെ ബീൻ്റെ കോയിഫിഷ്യൻറ്റുകൾ ഐൻ്റെ കോയിഫിഷ്യൻറ്റ് 1, ജെൻ്റെ കോയിഫിഷ്യൻറ്റ് -2, കെൻ്റെ കോയിഫിഷ്യൻറ്റ് 2. ഇങ്ങനെ 2 ഡോട്ട് പ്രൊഡക്റ്റ്. ഇത് എന്താ ഡിറ്റർമിനൻ്റ് കാണുന്നത് നമ്മൾ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതറിയാത്ത ആളുകൾ അതൊന്ന് എടുത്തിട്ട് കാണണം. അതെടുത്ത് കണ്ടിട്ട് ഇതിലേക്ക് വന്നാൽ മനസ്സിലാവും കേട്ടോ. ഡിറ്റർമിനൻ്റ് അറിയാത്തവരുണ്ടാവില്ല, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഐൻ്റെയും ജെൻ്റെയും കോയിഫിഷ്യൻറ്റുകളിൽ ഇവിടെ മുകളിൽ പ്ലസ് എടുക്കണം, മൈനസ് എടുക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേനെ മൈനസ് എടുക്കണം എപ്പോഴും, ഇതിനെ രണ്ടിനെ എപ്പോഴും എടുക്കണം. ഐനും ജെൻ്റെയും പോർഷനുകളിൽ എപ്പോഴും പ്ലസ് ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ കൊടുത്തു. ഐ ഇൻറ്റു ഇതിനും ഈ റോയും ഈ കോളം ഒഴിവാക്കി തമ്മിൽ ക്രോസ് ചെയ്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിൽ ഇവിടെ പുറത്ത് ഐ ഉണ്ടാവും, ജെയും ഉണ്ടാവും, കെയും ഉണ്ടാവും. ഐയും ജെയും കെയും അവിടെ എഴുതി കൊടുത്താൽ 2i - 6j - 7k. ഡിറ്റർമിനൻ്റ് അറിയാത്തവർ അവിടെ പോയി നോക്കണം കേട്ടോടാ. നോക്കണേ. നോക്കിയിട്ട് ഇതേപോലെ വാല്യൂ കിട്ടുന്നതിന് പകരം ഐയും ജെയും കെയും എന്ന് പറയുന്ന വാല്യൂസ് അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ 2i - 6j - 7k എന്ന് പറയുന്നതാണ് ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടാൽ കിട്ടുന്നത്. നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ക്രോസ് വെച്ചാണ്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇതാ ഇനി ക്രോസ് പ്രൊഡക്റ്റിൻ്റെ പോർഷനിൽ ചോദിക്കാറുള്ള 1-2 ടൈപ്പ് ക്വസ്റ്റ്യനുകൾ വളരെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാട്ടോടാ. വളരെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്, മിസ് ചെയ്യരുത്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കേട്ടോ. എഴുതി വെച്ചോ. ഒന്നാമത്തെ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് അഡ്ജസൻ സൈഡ്സ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ. ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻ സൈഡുകൾ ഇത് എ വെക്ടറും ഇത് ബി വെക്ടറുമാണെങ്കിൽ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ അതിൻ്റെ അടുത്തുള്ള രണ്ട് സൈഡുകൾ എ വെക്ടറും ബി വെക്ടറും തന്നാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാടാ. ½ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി കാണുമ്പോൾ ഒരു വെക്ടർ കിട്ടും. ആ വെക്ടറിൻ്റെ എന്ത് കണ്ടുപിടിക്കണടാ? മോഡുലസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതാണ് എന്ത് കാണാനുള്ളത്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് അഡ്ജസൻ സൈഡ്സ് എ വെക്ടർ ആൻഡ് ബി വെക്ടർ തന്നാൽ. ഇനി അടുത്തൊരു മെത്തേഡ് ഇതാ. ഏരിയ ഓഫ് എ പാരലോഗ്രാം വിത്ത് അഡ്ജസൻ സൈഡ്സ്. ഒരു പാരലോഗ്രാമിൻ്റെ അഡ്ജസൻ സൈഡുകൾ ഇത് എ വെക്ടറും ഇത് ബി വെക്ടറും ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഡുലസ് ഉണ്ട്. എ ക്രോസ് ബി ആണ് ആദ്യം കണ്ടത്. ഈ രണ്ട് വെക്ടറുകളെ ക്രോസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഏത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ √(a² + b² + c²) ആ സാധനം കണ്ടുപിടിച്ചാൽ നമ്പർ കിട്ടും. ആ നമ്പറാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് തന്നു. രണ്ട് ഡയഗണൽ ഇങ്ങനെ ക്രോസിലുള്ള ഡയഗണലടാ. ക്രോസിലുള്ള ഡയഗണലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നതെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ½ ഇൻറ്റു d1 ക്രോസ് d2 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് d1 ക്രോസ് d2. ആ രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ, ആ രണ്ട് ഡയഗണൽസിനെ തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് കാണാം. അതിൻ്റെ പുറത്ത് ½ ചെയ്താൽ കിട്ടുന്നതുമാണ്. എങ്ങനെ? പാരലോഗ്രാമിൻ്റെ ഡയഗണൽ തരികയാണെങ്കിൽ നേരിട്ട് അഡ്ജസൻ സൈഡുകൾ തരികയാണെങ്കിൽ ഹാഫിൻ്റെ ആവശ്യമില്ല. ഡിറ്റർമിനൻ്റ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തൊരു പോയിന്റ്, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വേർട്ടീസസ് എ ബി സി. 3 പോയിന്റുകൾ തന്നു. ഒരു ട്രയാങ്കിളിൻ്റെ 3 പോയിന്റുകളാണ് നിങ്ങൾക്ക് തന്നത് കേട്ടോ. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് തന്നതെന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു വെക്ടറും എയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു വെക്ടറും നിങ്ങൾ കാണണം. അത് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ½ ഇട്ട് കൊടുക്കണം. അതാണ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പബ്ലിക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഏരിയ ഈക്വൽ ടു ½ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി വെക്ടർ ക്രോസ്
എ സി വെക്ടർ എയിൽ നിന്നാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ എ ബിയും എ സിയും അങ്ങനെ തന്നെ വരണതാണ്. നിങ്ങൾ ബിയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ബി എയും ബി സി എടുത്താലും മതി, അത് ഓക്കെയാണ്. ബിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ബി എ ക്രോസ് ബി സി കണ്ടാലും മതി. സിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സി എ ക്രോസ് സി ബി കണ്ടാൽ മതി. അല്ലെങ്കിൽ ജനറലായിട്ട് ഇതന്നെ പഠിച്ചു നോക്കാം, ഇങ്ങനെ എ ബി ക്രോസ് എ സി, എ ബി ക്രോസ് ബി സി എടുക്കരുത്, അപ്പോൾ തെറ്റുട്ടോ, അതിന് ആൻസർ കിട്ടൂല. എ ബി ക്രോസ് ബി സി ഒരിക്കലും എടുക്കരുത്. എന്തേ എടുക്കാൻ പാടുള്ള, എ ബി ആണെങ്കിൽ എയിൽ നിന്ന് തന്നെ രണ്ടാമത്തും തുടങ്ങണം, എ ബി ആണെങ്കിൽ എ സി തന്നെ എടുക്കണം. എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് സിയിലേക്ക്, അപ്പോഴേ അത് അഡ്ജസൻറ്റ് സൈഡ് ആവുള്ളൂ. മനസ്സിലായോ? അപ്പോഴേ അത് അഡ്ജസൻറ്റ് സൈഡ് ആവുള്ളൂ. എ ബി ക്രോസ് ബി സി എടുത്താൽ ഇതൊരു സൈഡും ഇത് ഇങ്ങോട്ടേക്കുള്ള സൈഡുമാണ്, അപ്പോൾ അത് ഈക്വൽ ആവില്ല. അപ്പോൾ എ ബി ക്രോസ് എ സി തന്നെ ഞങ്ങൾ എപ്പോഴും എടുക്കണം കേട്ടോ. ഓക്കെ അല്ലടാ, സിമ്പിൾ അല്ലേ? ഇത് വെച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ്, ഏരിയ ആൻഡ് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, എ വെക്ടറും ബി വെക്ടറും തന്നിട്ടുണ്ട്. ഇത് രണ്ടും അഡ്ജസൻറ്റ് സൈഡുകളാണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ. ആദ്യം എ ക്രോസ് ബി കണ്ടുപിടിച്ചു ഞാൻ, രണ്ട് വെക്ടേഴ്സിന് എടുത്തെഴുതി, എ ക്രോസ് ബി കണ്ടു. എ ക്രോസ് ബി കാണുന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു. എ ക്രോസ് ബി ഇങ്ങനെ അതേപോലെ കണ്ടുപിടിച്ചാൽ ഈ വെക്ടർ കിട്ടും. ഈ കിട്ടിയ വെക്ടറിൻ്റെ എന്ത് കണ്ടുപിടിക്കണ്ട? മാഗ്നിറ്റ്യൂഡ് കാണണം. മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ റൂട്ട് ഓഫ് ഇതിൻ്റെ ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും ഒക്കെ കോയിഫിഷ്യൻറ്റുകൾ തമ്മിൽ സ്ക്വയർ ചെയ്യുക. -17 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ത് കിട്ടുക? 507 എന്ന് കിട്ടും, 507 എന്ന് കിട്ടും. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഇക്വേഷനിലാണ് കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടത്. ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് എ സി ആണ് കിട്ടിയത്. ഹാഫ് വേണ്ടേ? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് എ സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റൂട്ട് 507 യൂണിറ്റ് സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് അവസാനം ഒരു യൂണിറ്റ് സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇത് ഇട്ടിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹാഫ് ഇൻറ്റു 5 റൂട്ട് 507 എന്ന് ഏരിയ കിട്ടും. രണ്ട് അഡ്ജസൻറ്റ് സൈഡുകൾ തന്നാൽ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചോ. ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഹൂസ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ, എ വെക്ടറും ബി വെക്ടറും തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ എന്നല്ലേടാ ഇക്വേഷൻ. എ വെക്ടർ ക്രോസ് ബി വെക്ടർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ പോരെ? ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന വെക്ടറിൻ്റെ ഇതാ അവിടെ ചെയ്ത അതേ സാധനം ഇങ്ങനെ ക്രോസ് ചെയ്യുക, ഈ ആൻസർ കണ്ടുപിടിക്കുക. ഈ കിട്ടുന്ന ആൻസർ മാത്രം എഴുതി കൊടുത്താൽ മതി. ഇങ്ങനെ ഹാഫ് എഴുതണ്ട, ഹാഫ് ട്രയാങ്കിളിലാണ്. പാരലോഗ്രാം എന്ന സമയത്ത് എന്താ എഴുതണ്ട? ഹാഫ് എഴുതണ്ട, ഏരിയ നേരിട്ട് ഇതിൽ നിന്ന് എടുത്ത് എഴുതി കൊടുക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി കൊടുത്താൽ ആൻസറായി. ഫൈനൽ ആൻസർ റൂട്ട് 42 എന്നാണ് വരിക. അതിൻ്റെ സ്വയം ചെയ്ത് നോക്കുക, അതെന്നെ കിട്ടിയെന്നൊരു വെരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ചെയ്ത് നോക്കുക, ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അതാ ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വേർട്ടീസസ്. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ചാപ്റ്ററിൽ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ വിത്ത് വേർട്ടീസസ് A111 B123 C231 3 പോയിന്റുകൾ തന്നു. ഒരു ട്രയാങ്കിളിൻ്റെ 3 പോയിന്റുകളാണ് തന്നത്. എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റുകൾ തന്നു. എ ബി ക്രോസ് എ സി നമ്മൾ നേരത്തെ പഠിച്ചില്ലടാ ഇക്വേഷൻ, ഹാഫ് ഇൻറ്റു എ ബി ക്രോസ് എ സി. ആദ്യം എ ബിയും കാണണം, എ സിയും കാണണം. എ ബി എങ്ങനെയാണ് കാണാം? നമ്മൾ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് വെക്ടർ എഴുതുക എന്നുള്ളത് ആദ്യം തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. എ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബി എങ്ങനെ കാണണം? എ ബി കാണുമ്പോൾ ബി മൈനസ് എ ചെയ്താൽ മതി. ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എനെ മൈനസ് ചെയ്യുക. 1 - 1 0 i, 2 - 1 1 j, 3 - 1 2 k. എ ബി എന്ന് പറയുന്ന വെക്ടറായി. അതേപോലെ തന്നെ ആരും കണ്ടുപിടിക്കണം? എ സിയും കണ്ടുപിടിക്കണം. എയിൽ നിന്ന് സി, അപ്പോൾ ആരെ മൈനസ് ചെയ്യണം? സിയിൽ നിന്ന് എനെ മൈനസ് ചെയ്യണം. സി എന്ന് പറയുമ്പോൾ 2 - 1 1 i, 3 - 1 2 j, 1 - 1 0 k. കിട്ടിയില്ലടാ? എ ബി വെക്ടറും എ സി വെക്ടറും കിട്ടി. ഇനി അടുത്തത് എന്ത് ചെയ്യണം? എ ബി വെക്ടറിനെയും എ സി വെക്ടറിനെയും ക്രോസ് പ്രൊഡക്റ്റ് കാണണം. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് കാണാം. ഇതിലുള്ള ഓരോ വെക്ടറുകളെയും ഐയും ജെയും കെയും എഴുതി, ഇത് പ്ലസ് ആയിട്ടും ഇതിനെ മൈനസ് ആയിട്ടും ഇത് പ്ലസ് ആയിട്ടും ഒക്കെ എടുക്കണം. അതൊക്കെ അതേപോലെ ചെയ്യാം. അപ്പോൾ 0 1 2 ഇവിടെ രണ്ടാമത്തെ കോയിഫിഷ്യന്റുകൾ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ആൻഡ് ലാസ്റ്റ് വണ്ണത്തെ എന്താണ്? 0 ആണ്. ഇതിൽ കൊടുത്തു. ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടാൽ കിട്ടുന്ന വെക്ടർ ഇങ്ങനെ ആയിരിക്കും വരിക. സ്വയം ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കണം, നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. ഇത് മിസ് ചെയ്യരുത് ഒരു കാരണവശാലും. -4i + 2j - k എന്ന് പറയുന്ന വെക്ടർ കിട്ടും. കഴിഞ്ഞിട്ടില്ല. ഈ കിട്ടിയ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -4 സ്ക്വയർ + 2 സ്ക്വയർ + -1 സ്ക്വയർ. ഇതിന്റെ വാല്യൂ കണ്ടാൽ 4 സ്ക്വയർ 16 + 2 സ്ക്വയർ 4 + 1 കണ്ടാൽ റൂട്ട് എന്ത് കിട്ടൂടാ? 21 എന്ന് കിട്ടും. റൂട്ട് 21 ഈ മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ളൂ. ഇനി ഏരിയന്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി ക്രോസ് എ സി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് എ സി ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് എ സിന്റെ ആൻസർ ആണ് നമുക്ക് റൂട്ട് 21 എന്ന് കിട്ടിയത്. അപ്പോൾ ഹാഫ് ഇൻറ്റു റൂട്ട് 21 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 21/2 യൂണിറ്റ് സ്ക്വയർ എന്നുള്ളതാണ്. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങളിത് പഠിച്ചിരിക്കണം. എന്തായാലും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓളിക്ക് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്.
മിസ് ചെയ്യരുത്. എന്തായാലും പഠിച്ചിട്ട് പോവുക. ഇത് ചോദിക്കുകയാണെങ്കിൽ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ സിമ്പിളായിട്ട് ആ മാർക്കിനൊക്കെ വാങ്ങിയെടുക്കാം. സെറ്റല്ലേടാ, സെറ്റല്ലേ? ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാം എഴുതുക, ഉഷാറാക്കുക. ഓക്കെ അല്ലേടാ? ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. 3D വെക്ടേഴ്സ്, 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അതും കൂടി കാണാം. ഇത് രണ്ടും കണക്റ്റഡ് ചാപ്റ്റേഴ്സാണ്. ഇത് മനസ്സിലായ ആൾക്കാർ നിർബന്ധമായിട്ടും അടുത്ത ചാപ്റ്ററും കൂടി കണ്ടിട്ട് അതിൻ്റെ മാർക്കും കൂടിയും അടിച്ചു മാറ്റണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഞാൻ പോട്ടെടാ. താങ്ക് യു സോ മച്ച്.